ഓക്കെ ചെല്ലാൻ പറ്റും. അതാ നമസ്കാരം. ഇന്ന് പ്രശസ്ത കവയത്രി ഷിബി നിലാമുറ്റമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമ്മുടെ ചടങ്ങ് എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നല്ലതായിരുന്നു. എൻ്റെ സുഹൃത്ത് ആശ നജീബ് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേൾക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷമായി. ഇതൊരു പുതിയ ഈ കരുനാഗപ്പള്ളിക്ക് ഒരു അവസരം തന്നെ അല്ലേ? തീർച്ചയായും. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു സാഹിത്യ ഫെസ്റ്റ്, സാഹിത്യ ഉത്സവം ഇങ്ങനെ അടുത്തുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ വരിക, അത് അനുഭവിക്കാൻ വരിക എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു ആനന്ദം വേറെയില്ല. മുൻകാലങ്ങളിൽ ഇത്തരം മേഖലകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ അടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെല്ലാം സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ക്ലബ്ബുകളും ഒക്കെ സജീവമായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം കാലത്തിൻ്റെ ഒരു കുത്തൊഴുക്കിൽ ഇല്ലാതായി പോയതിൻ്റെ കൂട്ട് ആയിത്തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഫെസ്റ്റിവലുകൾ വളരെ പ്രസക്തമല്ലേ? തീർച്ചയായും. കാരണം എൻ്റെ കുട്ടിക്കാലം അങ്ങനെ ഒരു ക്ലബ്ബുകളുടെ പിന്നാലെ ആയിരുന്നൊരു കുട്ടിക്കാലമാണ് എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ ഇന്നും അത്തരം ക്ലബ്ബുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാം. പല ക്ലബ്ബുകളിൽ നിന്നാണ് വലിയ സാഹിത്യകാരന്മാരും ഒക്കെ രൂപം കൊണ്ടത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് അത്തരം അവരുടെ സർഗശേഷി ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ അതല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും സംവിധാനമില്ല എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? വളരെ സത്യസന്ധമായൊരു കണ്ടെത്തലാണ്. കാരണം ഇന്നത്തെ ഫെസ്റ്റിവൽ ഏത് തരത്തിൽ എല്ലാവർക്കും അവസരം കിട്ടുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. എല്ലാവർക്കും അത് കടന്നു വരാൻ അതിന് കഴിയില്ല. പക്ഷെ അതേസമയം ഈ നേരത്തെ പ്രതിപാദിച്ച പണ്ടത്തെ ക്ലബ്ബുകളെന്ന് പറയുമ്പോൾ ആ ചുറ്റുപാടിലുള്ള സകലമാന മനുഷ്യർക്കും അവിടെ കടന്നു ചെല്ലാൻ പറ്റും. അവിടെ നിന്നാണ് പല കലാപ്രതിഭകളും പിന്നെ സ്കൂളിലേക്കും കോളേജ് തലത്തിലേക്കും ഒക്കെ ഉണ്ടായത്. ഇത് മുൻകാലങ്ങളിൽ നമ്മുടെ സാംസ്കാരിക മേഖലയിലും ചലച്ചിത്ര മേഖലയിലും ഒന്നും ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. അത് വ്യക്തി സ്വാതന്ത്ര്യം പോലെ അവനവൻ ആവശ്യമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ അവതരിപ്പിക്കുവാനും എന്തും പറയുവാനുമുള്ള ഒരു മഹത്തായ സ്വാതന്ത്ര്യമായിരുന്നു. പക്ഷേ അതിനകത്ത് എന്തൊരു കടന്നുകയറ്റമല്ലേ എമ്പുരാൻ സിനിമയിലൂടെ നമ്മൾ കാണുന്നത് അല്ലേ? അതായത് അത് എമ്പുരാൻ സിനിമ എന്ന് പറയുന്ന സിനിമയുടെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് വെല്ലുവിളിയുടെ ഭാഗമായിട്ട് നമ്മുടെ സിനിമകളും നിയന്ത്രണ വിധേയമാകും. എന്താണ് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ നമ്മുടെ സിനിമകൾ മാത്രമാണോ അങ്ങനെ ഒരു നിയന്ത്രണം? നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം, അരുന്നുകളുടെ ഒരു കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നു, ആരോ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്യരുത് എന്ന മുമ്പുണ്ടായിരുന്നു എന്ന ഒരു അരുത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എമ്പുരാൻ സിനിമയിൽ എന്തിൻ്റെ പേരിലായാലും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെടുത്ത ഒരു നിലപാട് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകളുടെ മുമ്പിൽ ഒരു കീഴടങ്ങലല്ലേ നടത്തിയത്? ഒരിക്കലും അങ്ങനെ ഒരു മാപ്പ് പറച്ചിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതിനകത്ത് നമുക്ക് സമൂഹത്തിന് ഏറ്റവും ഒരു പ്രയാസകരമായി തോന്നുന്ന ഇത്തരം രാജ്യത്തിന് എതിരായി ഉയർന്നു വരുന്ന ഒരു ശക്തികളുടെ ഒരു ഭീഷണിക്ക് മുമ്പിൽ മലയാള സിനിമയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അരുത് എന്ന് പറയാൻ പോലും മലയാള സിനിമയിൽ നിന്നും സാഹിത്യ മേഖലയിൽ നിന്നും ആരും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ സംഭവം. തീർച്ചയായും എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ഒരു സമൂഹമായിരുന്നു മലയാളി, പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ. ഒറ്റയാൻ പോരാട്ടത്തിലൂടെ അഴീക്കോട് സാറ് ഓരോ വിഷയത്തിലും അഴീക്കോട് എന്ന് ഒരു വലിയൊരു പ്രസ്ഥാനമൊന്നുമില്ലെങ്കിലും അഴീക്കോട് എന്തു പറയുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഉറ്റുനോക്കിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രമാത്രം വാക്കുകൾക്ക് മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റിക്കൊണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെ അദ്ദേഹത്തിനെ പോലുള്ളവർ. പക്ഷേ ഇന്നത്തെ സാഹിത്യ മേഖലയിൽ ഉള്ള പലരും ഇത്തരം സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ ഒരക്ഷരം ഉരിയാടുന്നില്ല. അസമത്വങ്ങളുടെ ഒരു വലിയ കാലം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങോട്ട് നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നു എന്ന് ഭയം തോന്നും. നമ്മൾ മിണ്ടരുത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. നമ്മുടെ സർവ്വതും നിശബ്ദമാക്കുകയാണ്. ഇന്ത്യയിൽ എത്ര എഴുത്തുകാരെയാണ് കൊല ചെയ്യപ്പെട്ടത് എഴുതിയതിൻ്റെ പേരിൽ? അപ്പോൾ അതെന്തിനായിരുന്നു എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്നേരം പല
ഇപ്പം നരേന്ദ്ര ദബോൾക്കറെ പോലെ, ഗോവിന്ദ പൽസാരിയെ പോലെയുള്ള ആളുകൾ വധിക്കപ്പെട്ടപ്പോൾ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായി എഴുതിത്തള്ളി. പക്ഷേ അതിന്ന് എല്ലാ മേഖലകളിലേക്കും അതിൻ്റെ ഒരു ദുരന്തം അവിടെ മാത്രം അത് ഒതുങ്ങുന്നില്ല, എല്ലാ സ്ഥലത്തേക്കും അത് കടന്നു വരികയാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റിനെതിരെ പുതിയ തലമുറ എടുക്കേണ്ട ഒരു മുൻകരുതൽ എന്താണ്? ഇത് ജനാധിപത്യ മൂല്യങ്ങളെ കൂടുതൽ ശബ്ദിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്ത് മുൻകരുതലാണ് നമുക്ക് എടുക്കാൻ പറ്റുക? ഒറ്റപ്പെട്ടായാലും നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക. അതിനപ്പുറത്തേക്ക് മുൻകരുതൽ നമ്മളെ നിശബ്ദമാക്കും വരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യം വളരെ വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായും ഓരോ മനുഷ്യനും നിശബ്ദമാക്കും വരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക. ജനാധിപത്യം നമുക്ക് വീണ്ടെടുക്കണം, തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ജനാധിപത്യവും സംസ്കാരവും വീണ്ടെടുക്കുന്നതിന് കലയ്ക്കും സാഹിത്യത്തിനും വളരെ വലിയ പങ്കുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഓരോ മനുഷ്യരുടെയും സ്വാതന്ത്ര്യം ഇവിടെ അവസാനിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കൂട്ടായി നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ നിൽക്കാൻ പറ്റാത്തടത്തോളം കാലം ഒറ്റയ്ക്കെങ്കിലും അവരവരുടെ സ്വാതന്ത്ര്യത്തിനെങ്കിലും അവരവർ നിലനിൽക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളോട് സഹകരിച്ചതിനും ഈ ഫെസ്റ്റിവലിൽ എത്തിപ്പെട്ടതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ, വളരെ സന്തോഷം. പൊതുവെ എങ്ങനെയുണ്ട് അന്തരീക്ഷം? നല്ല സന്തോഷമുള്ള അന്തരീക്ഷം. കാരണം ഞാൻ കോഴിക്കോട് ഫെസ്റ്റിവലിന് പോയിരുന്നു, ഫെസ്റ്റിവലിന് പോയിരുന്നു. പക്ഷെ ഇവിടെ ഫസ്റ്റ് അല്ലേ, ആദ്യത്തെ അനുഭവമല്ലേ. അപ്പോൾ ഈ വരും കാലങ്ങളിൽ വലിയ ഉത്സവമായി തീരട്ടെ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.